എന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വിളവെടുപ്പാണ്. ഞാൻ നേരത്തെ ഇത് ചെയ്ത് നമ്മുടെ യൂട്യൂബിൽ എല്ലാവർക്കും കാണാൻ വേണ്ടി ഇട്ടിരുന്നു. പച്ചമുളക് ഇവിടെ കല്ലുകെട്ടിന്റെ ഇടയ്ക്ക് കൃഷി ചെയ്തിരിക്കുകയാണ്. കല്ലുകെട്ടിന്റെ ഇടയ്ക്ക് മണ്ണ് കുറവാണ്. ഉള്ള ഇടയ്ക്കകത്ത് പച്ചമുളക് കൃഷി ചെയ്തു. കുറെ മുളകൊക്കെ പറിച്ചു. ഇന്ന് നമ്മൾ ഇച്ചിരി ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി കുറച്ച് മുളക് പറിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് പച്ചമുളകും കാന്താരിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ വിളവെടുപ്പ് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മൾ മുളക് പറിക്കുകയാണ്. നല്ല മുഴുത്ത മുളകാണ് കിടക്കുന്നത്. ഏകദേശം 60ഓളം പച്ചമുളക് തൈ ഈ കല്ലുകെട്ടിന്റെ ഇടയ്ക്കുണ്ട്. പിന്നെ നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ വേറെ മുളകും ഉണ്ട്. അത്യാവശ്യം മിക്കവാറും വീട്ടിലെ ആവശ്യങ്ങൾക്ക് മുളക് പറിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇച്ചിരി കുറവ് തോന്നുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ട് മുളക് വെക്കുന്നതല്ല, ഇതിന് മുന്നേ വെച്ചിട്ടുള്ളതാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ കല്ലുകെട്ടിന്റെ ഇടയ്ക്ക് ആയതുകൊണ്ട് മണ്ണ് വളരെ കുറവാണ്. വളത്തിന്റെ ഒരു വിഷയമുണ്ട്. വളത്തിനിപ്പം പച്ചച്ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കും വളത്തിനായിട്ട്. പിന്നെ നമ്മൾ 2 നേരവും നനയ്ക്കും, 2ഓ 3ഓ നേരം നനയ്ക്കും. കാരണം എന്താന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ്. ഈ വെയിലത്ത് കല്ലുകെട്ട് നന്നായിട്ട് പഴുക്കും. കല്ല് ചൂടായി കഴിയുന്ന കാരണം മുളക് തൈ വാടും. അത് ഒഴിച്ചു കൊടുക്കും. ധാരാളം മുളക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇത് കൂടാതെ കാന്താരി, ഈ നിൽക്കുന്നതൊക്കെ കാന്താരിയാണ് നിൽക്കുന്നത്. കാന്താരിയൊക്കെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാന്താരി കുറെ ഉണ്ട്. കാന്താരിക്ക് ചില സമയത്ത് വിലയൊക്കെ കേട്ടാൽ നമ്മൾ പേടിച്ചു. ഏറ്റവും ചെറിയ പച്ചമുളക് തൈയെ വരെ മുളകാണ്. മണ്ണ് കൂടെ നന്നായിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന്റെ വേരോടുകയും ഒക്കെ ചെയ്ത് കൂടുതൽ മുളക് കിട്ടിയാണ്. എന്നാലും കിട്ടുന്നുണ്ട്. ഈ മുളക് നമ്മള് ഹൈബ്രിഡ് ഒന്നും മേടിച്ചതല്ല, വീട്ടിലോട്ട് മേടിച്ച മുളകിന്റെ അരി ചുമ്മാതെ ഒന്ന് പാകിയിട്ട് കുറെ തൈ ആയി കഴിഞ്ഞപ്പോ അതിനെ ഇങ്ങോട്ട് ഓരോ സ്ഥലത്തോട്ട് പറിച്ച് നട്ടതാണ്. നല്ലോണം മണ്ണ് കൊടുത്തിടത്ത് നന്നായിട്ട് മുളക് ഉണ്ടാകുന്നുണ്ട്. എന്റെ ഒരു മുളക് കൃഷി എന്ന് പറഞ്ഞാൽ ഒരു 160 മുളക് ഈ നിൽക്കുന്നത് കൂടാതെ വീടിന്റെ പുറകുവശത്തായിട്ടും എല്ലാം ഉണ്ട്. അതൊക്കെ പൂവായി വരുന്നതേ ഉള്ളൂ, കായ ആയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നിപ്പോ ഈ മുളക് പറിക്കുന്നത്. അപ്പൊ നമ്മുടെ മുളക് വിളവെടുപ്പിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ജിജോ ജോൺ യൂട്യൂബ് ചാനലിന് എല്ലാവരും നല്ല സപ്പോർട്ടാണ് തരുന്നത്. നമ്മൾ ഇടുന്ന വീഡിയോയൊക്കെ നന്നായിട്ട് ആളുകൾ കാണുന്നുണ്ട്. അപ്പൊ ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. നമ്മുടെ ജിജോ ജോൺ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം. ഇനി അടുത്ത വീഡിയോ വിവിധ വെറൈറ്റി വീഡിയോസ് ആയിട്ട് വരും. അത് എല്ലാത്തിനും ഉപരിയായിട്ട് നമ്മൾ ഇത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിടുന്നത്, എനിക്ക് വീട്ടിൽ സ്ഥലമില്ലെങ്കിലും ഉള്ള സ്ഥലത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. വേനച്ചൊക്കെ വേരിലും കായ്ക്കും നമ്മളൊരു പറഞ്ചിൽ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും ഇതുപോലുള്ള ചില സോഴ്സുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കൃഷികൾ ചെയ്യാം. എല്ലാവർക്കും ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ. ഇത് പ്രൊമോട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന വരെ ടാറ്റ ബൈ ബൈ, ഓക്കെ.